ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഈ ദോശയ്ക്ക് മുരിങ്ങയില അടദോശ എന്നും അല്ലെങ്കിൽ മുരിങ്ങയപ്പം എന്നും പറയൂ കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി, ഒരു 1/4 കപ്പ് പൊന്നിയരിയും എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയപ്പത്തിന് സാധാരണ പച്ചരിയും പുഴുക്കല്ലരിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ചെറുപയർ, 1/2 സ്പൂൺ ഉലുവ ചേർത്ത് നന്നായി കഴുകി പാകത്തിന് വെള്ളമൊഴിച്ച് 6 മണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കാം കേട്ടോ. രാത്രിയാണ് കേട്ടോ കുതിർക്കാൻ വെച്ചത്. രാവിലെ ആയപ്പോൾ അത് നന്നായിട്ട് ധാന്യങ്ങളും അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സി ജാറിലേക്ക് 2 ഉള്ളി, 2 പച്ചമുളക്, 1 വറ്റൽമുളക്, ചെറിയ പീസ് ഇഞ്ചി, 1 സ്പൂൺ ജീരകം, 1 പിടി കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കായംപൊടി, പിന്നെ കുതിർത്ത് വെച്ച അരിയും ധാന്യങ്ങളും മിക്സിയിൽ ഇട്ട് കൊടുത്ത് ആ കുതിർത്ത വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ. അധികം ലൂസാകാതെ ഇത്തിരി കട്ടിയിൽ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മാവ് അധികം അരയാതെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഉള്ളിയും ജീരകവും കായവും കറിവേപ്പില എല്ലാം കൂടിയിട്ട് അരച്ചതുകൊണ്ട് നല്ലൊരു സ്മെല്ലും രുചിയൊക്കെ കൂടുട്ടെ ഈ ദോശമാവിന്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്ദേട്ടൻ്റെ അമ്മയാട്ടെ ഈ ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ഞങ്ങൾ ലീവിൻ്റെ നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മ ഈ ദോശ ഉണ്ടാക്കി തരാറുണ്ട്. ദോശമാവിൽ ഉപ്പൊക്കെ പാകത്തിനാക്കി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ടൈമിൽ നമുക്ക് മുരിങ്ങയില നന്നാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോഷകസമൃദ്ധമായ ഈ മുരിങ്ങയില നമ്മുടെ കുട്ടികൾ കറി വെച്ച് ഉപ്പേരി വെച്ചൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ദോശയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലേ അവർ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചോളൂ കേട്ടോ. മുരിങ്ങയിലയുടെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ദോശ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഇനി ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണ പുരട്ടി ഓരോ തവി മാവ് ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. കനം കുറച്ച് പരത്തുമ്പോൾ നമ്മുടെ ദോശ നന്നായി മുരിഞ്ഞ് കിട്ടും കേട്ടോ. നന്ദേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയിലാണ് ഉണ്ടാക്കൽ കേട്ടോ. പക്ഷേ കനം കുറച്ച് ദോശ ചുടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ദോശ നന്നായി പരത്തിയതിന് ശേഷം നമുക്ക് നല്ലെണ്ണ നന്നായിട്ട് തൂവി കൊടുക്കാം കേട്ടോ. ദോശയുടെ മേലെയും ചുറ്റിലും നന്നായി തൂവി കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടും. ദോശ നന്നായി മൊരിഞ്ഞ് വരുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം കേട്ടോ. നല്ലെണ്ണയിൽ കിടന്ന് ദോശ മൊരിയുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ തന്നെ ചൂടോടെ നമുക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.